വിശുദ്ധ ഖുർആൻ പാരായണം, അതോടുകൂടെ തന്നെ മയ്യത്ത് ഖബറിൽ വെച്ചാൽ തൽഖീൻ ചൊല്ലാറുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് ഏതാണ്? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ശമാസത്തുൽ ബഹരി എന്ന് പറയുന്ന സഹാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചപ്പോൾ വഹുവ ഫീ സിയാഖിൽ മൗതി, അവിടുന്ന് ആസന്ന രോഗിയായിരുന്നു. ഫഹബ്ബല വജ്ഹഹു നഹവൽ ജിദാരി, ചുമരിന്റെ നേരെ മുഖം തിരിച്ചു. മകൻ പറഞ്ഞു, ബാപ്പാ ദാ ഇവര് വന്നിട്ടുണ്ട്, അമാ ബശറക റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ ഇന്നാലിന്നതൊക്കെ അങ്ങേക്ക് വസിയ്യത്ത് ചെയ്തു തന്നില്ലയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തിരിഞ്ഞു കടന്നു. മോൻ എണീപ്പിച്ചിരുത്തി. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതം 3 ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. എൻ്റെ അടുക്കലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹും ആണ് എനിക്കവിടെ പ്രതീക്ഷയുള്ളത് എന്നങ്ങനെ പറഞ്ഞതിൻ്റെ ശേഷം ആ 3 ഘട്ടങ്ങളും വിശദീകരിച്ച് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകൾക്ക് മറുപടി പറയാൻ പറ്റാവുന്ന രൂപത്തിൽ എൻ്റെ ഖബറിൻ്റെ അടുക്കൽ നിങ്ങൾ നിൽക്കണേ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗിക രൂപമാണ് ബഹുമാനപ്പെട്ട അബൂ ഉമാമത്തുൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ന് നാം കേൾക്കാറുന്ന തൽഖീനിന്റെ ശൈലി എന്നുള്ളത്. അത് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം 7 അയ്യാം, മയ്യത്ത് 7 ദിവസം ഖബറിൽ പരീക്ഷിക്കപ്പെടും. ഫകാനു യസ്തഹിബ്ബൂന യുതഅമു തിൽകൽ അയ്യാം, ആ ദിവസം പ്രത്യേകം ഭക്ഷിപ്പിക്കാൻ സഹാബത്ത് താല്പര്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് 7 ദിവസം അന്നദാനം നടക്കാറുള്ളത്. മരിച്ച വീട്ടിൽ അന്നദാനം പാടില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം, അന്നഹാ ഇദാ മാതത് മയ്യിത്തും മിൻ അഹ്ലിഹാ ഇജ്തമഅ ലിദാലിക നിസാ സുമ്മ തഫറഖന ഇല്ലാ അഹ്ലുഹാ വഖാസതുഹാ, എല്ലാവരും ഒരുമിച്ച് കൂടി, കുറേ ആളുകൾ പിരിഞ്ഞു പോയാലും കുറച്ചാളുകൾ അവിടെ തന്നെ ഉണ്ടാകും. സുമ്മ അമറത് ബിബുർമത്തിൻ മിൻ തൽബീന, അവിടെ ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട് എന്ന് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. ആചാരങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ഏത് വിഷയം എടുത്താലും സ്വഹാബത്തിൽ കൃത്യമായ മാതൃകയുണ്ട്. 3 ദിവസം മയ്യത്തിന്റെ പേരിലുള്ള തഅസിയത്ത് ആശ്വസിപ്പിക്കുക. കണ്ണു പോകാൻ നല്ല ഇനമാന. എന്നാ പിന്നെ 7ാമത്തെ ദിവസം മൂക്ക് പോക്ക് ഉണ്ടാക്കണ്ടേ? പിന്നെ എന്താണത്? കണ്ണു പോക്കാൻ പറഞ്ഞാൽ കണ്ണുനീര് പോക്കുക, അതാണ് അതിന്റെ അർത്ഥം. തഅസിയത്ത്, ഇന്നമൽ അഅമാലു ബിൽ ഖവാത്തിം, ഏത് കാര്യത്തിന്റെയും അവസാനത്തിന് പരിഗണനയുണ്ട്. അതാണ് 3ന് പരിഗണന കൊടുക്കാൻ കാരണം. 7 ദിവസം പരീക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. ഇന്നമൽ അഅമാലു ബിൽ ഖവാത്തിം, 7ന് പ്രത്യേകം പരിഗണന കൊടുക്കണം. ഇമാം സുയൂത്തി ഉദ്ധരിക്കുന്നു, 40 ദിവസം മയ്യത്ത് പ്രത്യേകം പരീക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് 40 ദിവസം മൗലിദ് ഓതാറുള്ളത്, 40ന് പ്രത്യേകം പരിഗണന കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് ആണ്ടിനോടനുബന്ധിച്ച് കൺമറഞ്ഞവരെ പരിഗണിക്കാറുണ്ടായിരുന്നു എന്ന് സഹീഹായി റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ആണ്ടിന് പരിഗണിക്കെടുക്കാറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ആശയങ്ങളും ആചാരങ്ങളും എല്ലാം കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടതാണ്, പ്രമാണബദ്ധമാണ്, വിഷയം വിശാലമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായ ആചാര അനുഷ്ഠാന കർമ്മവിശ്വാസങ്ങളിൽ പൂർവികരായ സലഫു സ്വാലിഹീങ്ങൾ പിന്തുടർന്ന ആ മാതൃക പിൻപറ്റി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.